ഒന്നല്ല രണ്ടല്ല, ഇത് എത്ര വട്ടമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ശബരിമല വിഷയത്തിൽ തോറ്റത് എന്ന് ചോദിച്ചാൽ കണക്കേയില്ല. പ്രത്യേക അന്വേഷണ സംഘം എന്ന് പറഞ്ഞാൽ അത് നിഷ്പക്ഷമായിരിക്കണം, തെളിവുകൾ കൃത്യമായിരിക്കണം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ചരടുവലിയുടെ ബാക്കി പത്രമായിരുന്നു മുഖ്യപ്രതി തന്ത്രി കൂടി പുറത്തിറങ്ങിയത് നമ്മൾ കണ്ടത്. കോടതി ഒരിക്കൽ കൂടി ആവർത്തിച്ച് ചോദിച്ചു, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2 കേസുകളിലും തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ SIT പരാജയപ്പെട്ടുവെന്ന് കോടതി ആവർത്തിച്ച് പറയുമ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്ന ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം ശരിവെക്കുകയാണ് ഇവിടെ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുകളുടെ അന്വേഷണം വഴിതെറ്റിയിരിക്കുന്നു. അന്വേഷണം പൂർത്തിയാക്കാൻ കാലതാമസമുണ്ടായാൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കുകയും കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്യാറുണ്ട്. നടിയെ ആക്രമിച്ച കേസ് ഉൾപ്പെടെ മിക്ക ക്രിമിനൽ കേസുകളിലും ഇത് തന്നെയാണ് പിന്തുടരുന്നത്. എന്നിട്ടും SIT രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ച 4 മാസം കഴിഞ്ഞിട്ടും നഷ്ടപ്പെട്ട സ്വർണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാത്തത് അന്വേഷണത്തെ ബാധിക്കും എന്നറിയാഞ്ഞിട്ടും ഈ നീക്കം മനഃപൂർവ്വമുള്ളതാണ് എന്ന് നമ്മൾക്ക് അടിവരയിടാം. SIT ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിൽ പ്രതികൾക്ക് നിയമപരമായ ജാമ്യം ലഭിക്കുമായിരുന്നില്ല. കേസിന്റെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ശബരിമല അന്വേഷണത്തിൽ രാസവിശകലന നടപടിക്ക് മുൻഗണന നൽകേണ്ടതായിരുന്നു. അത് ചെയ്യാനൊരുങ്ങിയത് മാസങ്ങൾ കഴിഞ്ഞിട്ടും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT കുറ്റപത്രം നൽകാത്തതിന് വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി രംഗത്ത് വന്നതാണ്. പ്രതികൾക്ക് എങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു എന്ന് കോടതി ചോദിച്ചു. ഗുരുതര സാഹചര്യമാണിത്. പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് ഏറെക്കുറെ 90 ദിവസമാകുന്നു. കുറ്റപത്രം നൽകിയാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്ന തടയാനാകും. അല്ലാത്തപക്ഷം പൊതുജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയമുണ്ടാകുമെന്നും അന്ന് ഹൈക്കോടതി വിമർശനം നൽകിയതാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബദറുദ്ദീനായിരുന്നു രൂക്ഷ വിമർശനം നടത്തിയത്. അറസ്റ്റ് ചോദ്യം ചെയ്ത പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി ഈ നിരീക്ഷണം വ്യക്തമാക്കിയത്. അറസ്റ്റ് അനിവാര്യമാണെന്നും പക്ഷേ അറസ്റ്റിനുള്ള കാരണങ്ങൾ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം വ്യക്തമാക്കേണ്ടതാണെന്നും അന്ന് കോടതി വ്യക്തമാക്കിയതാണ്. വാസുവും മുരാരിയും പോറ്റിയും തന്ത്രിയും ഒക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ കോടതി സംശയിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. തന്ത്രി ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല എന്നും തന്ത്രിക്ക് ദേവസ്വം ബോർഡ് തീരുമാനങ്ങളെ മറികടക്കാൻ കഴിയില്ല എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. ആരോഗ്യാവസ്ഥയും മതപരമായി നിർവഹിക്കേണ്ട ചുമതലകളും കൂടി പരിഗണിച്ചായിരുന്നു ജാമ്യം നൽകിയതെന്നും കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. 2 കേസുകളിലും തന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയായിരുന്നു ജാമ്യം നൽകിയത്. വിശദമായ വാദം കേട്ട ശേഷമായിരുന്നു കോടതി വിധി പുറപ്പെടുവിച്ചത്. ഭരണഘടനാപരമായ കാര്യങ്ങളിൽ അല്ല, ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് പങ്ക് എന്നായിരുന്നു തന്ത്രിയുടെ വാദം. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് സംബന്ധിച്ച തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം പരാജയപ്പെട്ടു എന്നതും പരിഗണിച്ചാണ് ജാമ്യം നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും തന്ത്രി കണ്ഠരര് രാജീവര് പ്രതിയാണ്. പ്രത്യേക അന്വേഷണ സംഘം അവസാനം അറസ്റ്റ് ചെയ്തതും തന്ത്രിയായിരുന്നു. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ബന്ധം. ഭരണഘടനാപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നും പ്രതിഭാഗം ജാമ്യ ഹർജിയിൽ വാദിച്ചതോടെയാണ് ജാമ്യം കിട്ടിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായുള്ള ബന്ധം സ്വർണ്ണക്കൊള്ളയിലേക്ക് വഴിവെച്ചു എന്നാണ് SIT കണ്ടെത്തൽ. എന്നാൽ ഇതിനെ സംബന്ധിച്ച തെളിവുകളൊന്നും ഹാജരാക്കുന്നതിൽ SIT പരാജയപ്പെടുകയായിരുന്നു. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത്. ഈ നിരീക്ഷണങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചരടുവലി ഉണ്ട് എന്ന് തന്നെയാണ്. അതുതന്നെ ഇപ്പോൾ കോടതിയും പറഞ്ഞു വെക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ വഴിയിലൂടെയും കോടതിയും എത്തിത്തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം.